നോർത്തിലേക്കൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ശക്തമായ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്ത്, വടക്കൻ മഹാരാഷ്ട്ര തീരങ്ങളിൽ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 15 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് സഞ്ചരിക്കുന്നത്. കാറ്റിന്റെ ശക്തി നാളെയോടെ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്നും. അർജുൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് അറിയിപ്പുകൾ വരുന്നത്? എത്രത്തോളം ശ്രദ്ധിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ആശങ്ക നിലനിൽക്കുന്നുണ്ട്, പക്ഷേ വലിയ തോതിലുള്ള നിലവിലെന്തായാലും കടൽക്ഷോഭം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ അധികൃതരും എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ വടക്കൻ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗുജറാത്ത് തീരങ്ങൾ, ഈ രണ്ടിടങ്ങളിലും കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ കടലിലേക്ക്, ഇപ്പോൾ മീൻപിടുത്തത്തിനായിട്ട് പോലും കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം. അത് ഒക്ടോബർ 7-ാം തീയതി വരെയാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടലിലേക്കൊന്നും പോകരുത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി. മഴ വലിയ രീതിയിൽ ഭീഷണിയാവുന്നില്ല. ഇന്നലെ അവിടെ യെല്ലോ അലേർട്ട് നൽകിയിരുന്നു, പക്ഷേ ഇന്ന് രാവിലെയോടെ ഗ്രീൻ അലേർട്ടിലേക്ക്, പ്രത്യേകിച്ചും മുംബൈ അതുപോലെ താനെ, റായ്ഗഡ് മേഖലകളിൽ ഗ്രീൻ അലേർട്ട് തന്നെയാണ്. അതായത് വലിയ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ ഗുജറാത്തിൻ്റെ ദ്വാരക തീരത്തു നിന്നും 350 കിലോമീറ്റർ മാറിയാണ് ഈ ശക്തി ചുഴലിക്കൊടുങ്കാറ്റുള്ളത്. അത് 15 കിലോമീറ്റർ വേഗതയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് 100 km/h ആണ്. അത് നിലവിൽ പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ഇതിൻ്റെ ദിശ മാറി കിഴക്ക്, വടക്ക് കിഴക്ക് മേഖലയിലേക്ക്, അതായത് ഒമാൻ തീരത്തിലേക്ക് വീണ്ടും സഞ്ചരിക്കാനുള്ള സാധ്യതയാണ് എന്തായാലും നിലവിൽ കാണുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആളുകളോട് ഒക്ടോബർ 7-ാം തീയതി വരെ കടലിലേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്.